എന്റെ ശബ്ദം ശ്രവിക്കുന്ന മദനീയം കുടുംബങ്ങളെ, നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞുപോയി, ഇനി എത്ര വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒന്നും നമുക്ക് പറയാനോ നിശ്ചയിക്കാനോ കഴിയുകയില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആ സാധുവായ മനുഷ്യൻ കരയുന്നത് കണ്ടപ്പോ ആ സാധുവായ മനുഷ്യനോട് ചോദിക്കാണ്, മോനെ നീ എന്തിനാണ് കരയുന്നത്, നീ എന്തിനാണ് കരയുന്നത്? ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ആ മനുഷ്യൻ പറയാണ്, എന്റെ ജീവിതത്തിലെ അതേ 60 വർഷവും കഴിഞ്ഞു പോയല്ലോ. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, മോനെ നീ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? ഇന്നാലില്ലാഹ്, നിശ്ചയം നാം അല്ലാഹുവിൽ നിന്ന് ഉള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് തന്നെ നമ്മൾ മടങ്ങാനുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, ആർക്കും ഗ്യാരണ്ടിയില്ല, ഒരാൾക്കും ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കാൻ കഴിയൂല. എല്ലാവർക്കും യാത്ര പോയേ മതിയാകൂ, എല്ലാവരും യാത്ര പോയേ മതിയാകൂ. ആ ഖബറിലേക്ക് പോകുമ്പോ നമുക്ക് നല്ല റാഹത്തോടെ പോകണം. 27ാമത്തെ രാവിൽ ഞാൻ പറയുകയാണ്, ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഈ പൊന്നുമോനെ തട്ടിക്കൊണ്ട് ആ മകനോട് പറയാണ്, ആ മനുഷ്യനോട് പറയാണ്, കരയണ്ട കരയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു പോയി, ഇനി അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള കാല ജീവിതം നീ നന്നാക്കുമോനെ. അങ്ങനെ നീ നന്നാക്കിയാൽ കഴിഞ്ഞതെല്ലാം നിനക്ക് അല്ലാഹു പുറത്തു തരും. ഇനിയും നിനക്ക് നന്നാവാനുള്ള മനസ്സില്ലേ, ഇനിയും നന്നാവാനുള്ള കൽബില്ലേ, ഇനിയും നന്നാവാനുള്ള ഹൃദയമില്ലേ? നമ്മുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. നമ്മുടെ പാപങ്ങളൊന്നും അല്ല നമുക്ക് പുറത്തു തരൂല. അതുകൊണ്ട് 27ാം രാവിൽ, പവിത്രമായ രാവിൽ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തോ, ഇന്നു മുതൽ എന്റെ കൽബ് നന്നാണ്, ഞാൻ നല്ല മനുഷ്യനാകും, ആരോടും വൈരാഗ്യമില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും നമുക്ക് യാതൊരു മോശപ്പെട്ട സ്വഭാവങ്ങളുമില്ല. അതെ, അത് മരുമകളോടായാലും അമ്മായിമ്മയോടായാലും സ്വന്തം കുടുംബത്തോടായാലും എളാപ്പയോടായാലും മൂത്താപ്പയോടായാലും മക്കളോടായാലും ബാപ്പയോടായാലും ഉമ്മയോടായാലും ആരോടും നമുക്കൊരു വെറുപ്പുമില്ല. ഈ സദസ്സിൽ ഞാൻ സാന്ദർഭികമായി പറയട്ടെ, നിങ്ങൾ ആരുടെയെങ്കിലും ഉമ്മമാരോട് നിങ്ങളും അതേ ഉമ്മമാരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദസ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഉമ്മമാരോട് നിങ്ങൾ മാപ്പ് ചോദിക്കണേ, നിങ്ങൾ പൊരുത്തം ചോദിക്കണേ. ഉമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ടൊരു ജീവിതം പറ്റൂല, ഉമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ടൊരു ജീവിതം സാധ്യമല്ല. ഒരിക്കലും ഉമ്മാന്റെ കൽബ് വേദനിപ്പിക്കരുത്. അങ്ങനെ ഏതെങ്കിലും മക്കളെന്റെ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉമ്മാനോട് പൊരുത്തം ചോദിക്കണം. ഉമ്മ മരിച്ച ഖബറിലാണെങ്കിൽ ആ ഉമ്മാന്റെ പേരിൽ യാസീനും തഹ്ലീലും ചൊല്ലി പൊട്ടിക്കരയണം. അല്ലാഹ്, നമ്മളെ ഉമ്മമാര്, ജീവിച്ചിരിക്കുന്ന ഉമ്മമാര്, സാധുവായ എന്റെ ഉമ്മയടക്കം എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ എത്രയോ ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. സാധുവായ എന്റെ ഉപ്പ ഖബറിലാണ്, എന്റെ സഹോദരി അതുപോലെ തന്നെ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി അസ്മാ എന്ന് പറയുന്ന ചെറിയ പൊന്നുമോള് ഇതുപോലത്തെ റമദാൻ 27-ന് എന്നാണ് മരണപ്പെട്ടു പോയത്. അങ്ങനെ എത്രയോ ആളുകൾ അല്ലാഹുവേ ഈ മദനീയ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എത്രയോ ആളുകളുടെ ഉപ്പമാരും ഉമ്മമാരും ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും കുടുംബങ്ങളും എളാപ്പമാരും മൂത്താപ്പമാരും മൂത്തമ്മമാരും അല്ലാഹുവേ പലരും ഖബറുകളിലാണ്. ചെറിയ മക്കളുണ്ട്,
യുവാക്കളായ മക്കളുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്. അവരുടെ ലിസ്റ്റ് വലുതാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരുടെയും ഖബറിടങ്ങളെ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. ഞാൻ പറയുന്നത് ഉമ്മമാരോട് പൊരുത്തം ചോദിക്കണം. ഇന്നത്തെ രാവിൽ നന്നാവണം, നന്നാവാനുള്ള തീരുമാനമെടുക്കണം. ഇല്ല ഇല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വൃത്തികേട് കാണൂല, ഒരു സിനിമയും ഒരു സീരിയലും കാണൂല, ഒരു തോന്നിവാസങ്ങൾ ഞാൻ കാണൂല, എന്റെ സമയങ്ങളൊന്നും ഞാൻ വെറുതെ ചെലവഴിക്കൂല. എനിക്ക് മരിക്കണം, എനിക്ക് ഈമാനോടെ മരിക്കണം, എനിക്ക് ഹബീബായ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് മരിക്കണമെന്ന നല്ല തീരുമാനത്തോടെ തൗബയിലേക്ക് കടന്നോ. അല്ലാഹ് നമ്മളെ കബൂലാക്കട്ടെ. ഓ മരുമക്കളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മായിമ്മമാരോട് മിണ്ടുന്നില്ലേ? അവരോട് സംസാരിക്കുന്നില്ലേ? അവരെ പരിഗണിക്കുന്നില്ലേ? അവരോട് മാപ്പ് ചോദിക്കണേ, അവരോട് സംസാരിക്കണേ. ഓ അമ്മായിമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മരുമക്കളെ വേദനിപ്പിക്കാറുണ്ടോ? അവരെ നിങ്ങൾ അതേ പരിഹസിക്കാറുണ്ടോ? അവരോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ? അവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോവിക്കാറുണ്ടോ? എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ. നാളെ നിങ്ങൾ മരിച്ച് ഖബറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അവസാന സമയം നിങ്ങളുടെ വായയിലേക്ക് വെള്ളമൊഴിച്ചു തരാൻ ആ മരുമകളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ സമയവും മരുമക്കളുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്ന അമ്മായിമ്മമാരാണോ? അങ്ങനെ ആവണ്ട ഉമ്മ. കൽബൊന്ന് നന്നാക്കിക്കോ, കൽബൊന്ന് നന്നാക്കിക്കോ, ഹൃദയമൊന്ന് നന്നാക്കിക്കോ. എന്നിട്ട് അല്ലാഹുവിലേക്ക് നടത്തോ. അല്ലാഹു നമ്മളെ കബൂലാക്കും. അതേ ഹൃദയം മോശമായാൽ നമ്മളൊന്നിനും കൊള്ളൂല. നമ്മൾ നല്ലവരാകണോ? നമ്മളെ അല്ലാഹ് സ്വീകരിക്കണോ? അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടണോ? നമ്മുടെ കൽബ് നന്നാക്കണേ, നമ്മുടെ കൽബ് നന്നാക്കണേ, നമ്മുടെ കൽബ് നന്നാക്കണേ. ഇല്ല, കൽബ് നന്നാവാതെ ഒരിക്കലും അല്ലാഹ് നമ്മളെ സ്വീകരിക്കൂല. ഒരിക്കലും അല്ലാഹ് നമ്മളെ കബൂലാക്കൂല. അല്ലാഹ് പൊറുത്തു തരണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ എന്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മദനിയം കുടുംബങ്ങൾ? എല്ലാവർക്കും അല്ലാഹ് പൊറുത്തു തരണമെന്ന് ഇഷ്ടമുള്ളവരാണ് അല്ലേ? അല്ലാഹ് പൊറുത്തു തരണമെന്ന് ഇഷ്ടമുള്ളവരല്ലേ? എന്നാൽ അല്ലാഹ് പൊറുത്തു തരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും പൊറുത്തു കൊടുക്കുക. ആരോടും ഒരു വൈരാഗ്യമില്ല, ആരോടും ഒരു വിദ്വേഷമില്ല. ഇന്ന് 27ന്റെ രാവാണ്. ഇനിയൊരു റമദാൻ വരുമ്പോ ഇതുപോലത്തെ 27ന്റെ രാവ് വരും. അന്ന് നമ്മളിൽ ആര് ഇതുപോലെ ജീവനോടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ മദനിയം മജ്‌ലിസിന് നേതൃത്വം കൊടുക്കാൻ ഈ സാധുവായ ഞാൻ ഉണ്ടാകുമോ? എനിക്ക് യാതൊരു ഉറപ്പില്ല. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ. നമ്മുടെ മദനിയ കുടുംബങ്ങൾ നല്ല കുടുംബങ്ങളാണ്. അൽഹംദുലില്ലാഹ്.